വരെ നോക്കാം. അടുത്തത് 8. എട്ടാമത്തേക്ക് രാഹു. ഛായാഗ്രഹമാണ്, ശരിക്കും അങ്ങനെ ഒരു ഗ്രഹമില്ല, ഒരു നിഴലാണ്, സാങ്കല്പികമായിട്ടുള്ളൊരു പോയിൻ്റാണ് രാഹുവും കേതു അതുപോലെ തന്നെയാണ്. ഒരു ഓപ്പോസിറ്റാണ്, 180 ഡിഗ്രി ആയിരിക്കും. രാഹു കേതു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, ഓപ്പോസിറ്റ് ഇപ്പുറമായിരിക്കും നിൽക്കുന്നത്. അതിന് പൊതുവെ രാഹുവിനെ ഒരു ആസക്തകാരകൻ എന്നാണ് പറയുന്നത്. അതായത് സാധാരണ രീതിയിൽ പറഞ്ഞാൽ രാഹു ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഗ്രഹങ്ങളുടെ കാരകത്വമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഓരോ രാശിയുടെയും കാരകത്വമുണ്ട്. മനസ്സിലായോ? ഗ്രഹങ്ങളുടെ കാരകത്വം പോലെ ഓരോ രാശിയുടെയും കാരകത്വമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 7ാം ഭാവം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. 7ാം ഭാവം എന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ ദാമ്പത്യ ഭാവമാണ് എന്ന് പറഞ്ഞ പോലെ ഓരോ ഭാവത്തിനുമുണ്ട്. അപ്പോൾ ഈ രാഹു എവിടെയാണ് നിൽക്കുന്നത് ആ രാശിയിലെ രാശിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സെർച്ച് ഉണ്ടാവും, ഒരു ആസക്തി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് 2ാം ഭാവം എന്ന് പറയുന്നത് ധനം, വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരു ആസക്തി ഉണ്ടാവും. ആസക്തി ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില വളഞ്ഞ രീതിയിൽ കൂടെ കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു ആസക്തിയാണ് അവിടെ ഉണ്ടാകുന്നത് ചിലപ്പോൾ. രാഹുൽ കേതുവിനാണെങ്കിൽ എന്താ പറയുന്നത്, ഖണ്ഡകാരകൻ എന്നാണ് പറയുന്നത്. ഖണ്ഡകാരകം എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കളയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ മാതൃകാരകനാണ്. ആ ചന്ദ്രൻ്റെ ഒപ്പം ഈ ഖണ്ഡകാരകം പോയി നിന്നാൽ എന്ത് പറ്റും? അമ്മയുമായിട്ടുള്ള ഒരു അകൽച്ച ഈ കേതു ഉണ്ടാക്കും. എന്ന് വെച്ചാൽ അകൽച്ച എന്ന് വെച്ചാൽ അമ്മയായിട്ട് വഴക്കുണ്ടാക്കണമെന്നല്ല അവിടെ വരുന്നത്, അമ്മയുമായിട്ട് അകന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് കേതു ചെയ്യുന്നു പൊതുവെ. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാം ഭാവം എന്ന് പറയുന്നത് എന്താണ്? 5ാം ഭാവം എന്ന് പറയുന്നത് സാധാരണ സന്താന ഭാവമാണ്. ഇപ്പോൾ സ്ത്രീ ജാതകം നമ്മളൊക്കെ എടുക്കുമ്പോൾ സന്താന ഭാവമാണ് എന്ത് 5ാം ഭാവം എന്നൊക്കെ പറയുന്നത്. ഈ 5ാം ഭാവത്തിൽ കേതു നിൽക്കുകയാണെങ്കിൽ അപ്പോൾ സന്താനങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിക്കളയാനുള്ളൊരു യോഗം ജാതകത്തിലുണ്ടാകും. അതായത് വേറെ രീതിയിൽ പറഞ്ഞാൽ അബോർഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത സ്ത്രീ ജാതകമാണെങ്കിൽ ജാതകയ്ക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ കേതുവിൻ്റെ ജോലി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മുറിച്ച് കളയും. എന്തെങ്കിലും ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചു മാറ്റും. ഇപ്പോൾ ജോലിയുടെ 10ാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ ഏറ്റക്കുറച്ചിൽ അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ കേതു ദശയിലായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഉള്ള ബന്ധങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് അറ്റുപോകാനൊക്കെയുള്ള സാധ്യത കുറച്ച് നാളത്തേക്കെങ്കിലും ഉണ്ടാവും. അതാണ് കേതുവിനെ പറയുന്നത്. പിന്നെ കേതുവിന് വേറൊരു ഗുണമുള്ളത് വെച്ചാൽ ആധ്യാത്മികപരമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രവണത ആ കാലഘട്ടത്തിലുണ്ടാവും. കേതുർദശയിൽ അങ്ങനെ ഒരു ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നു രാഹുവിന് പിതാമഹൻ എന്നൊരു കാരകത്വമുണ്ട്. അതായത് പിതാമഹനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് രാഹു. കേതു ആണെങ്കിൽ മാതാമഹൻ എന്ന് പറയുന്ന ഒരു കാരകത്വം കൂടെ കേതുവിനുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രഹനിലയിൽ അതൊന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇവിടെ സ എന്നാണ് സൂചിപ്പിക്കുന്നത് രാഹുവിനെ. ഇവിടെ ലഗ്നത്തിൽ നിന്ന് 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ 6ൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു എന്തുണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി ഒരു നല്ലൊരു പവർ ഈ ജാതകനുണ്ടാവാം എന്ന് പറയാം.
ഈ പറഞ്ഞ ഈ മേടം രാശിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരിതുണ്ടാകാം. ചിലപ്പോൾ ഇങ്ങനെ എന്താണ് ഇൻഡയറക്റ്റ് വേയിൽ കൂടെ ചെയ്യാനുള്ള ഒരു പ്രവണതയും വരാം. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ കേതുവാണ്. കേതു, അതിന് ശിഖി, ഷി എന്നാണ് എഴുതുന്നത്, കേതു. ഇപ്പോൾ ഇവിടെ കേതു നിൽക്കുന്നത് ലഗ്നത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങിയടിച്ച് 12ാമത്തെ ഭാവത്തിലാണ്, 12ലാണ് നിൽക്കുന്നത്. കണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശനിയെ പറ്റി പറഞ്ഞു. ശനി മാ എന്നെഴുതുന്നത് മന്ദൻ എന്നുള്ള ഇതാണ്. അതും ഈ ലഗ്നത്തിൽ നിന്ന് 12ാമത്തെ ഭാവത്തിലാണ്, രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രഹനില നോക്കി നമുക്ക് ഓരോ ഗ്രഹങ്ങളും എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കാരകത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി, അധികമില്ല. പിന്നീട് നമ്മൾ വീട്ടിലെ സ്വന്തം ഗ്രഹനില, അങ്ങനെയുള്ള ഗ്രഹനില എടുത്തിട്ട് നിങ്ങളിതെല്ലാം ഒന്ന് നോക്കുക. ഓരോ ഗ്രഹങ്ങളും നിൽക്കുക, നോക്കുക. അപ്പോൾ അതിൻ്റെ കാരകത്വം ഇതാണെന്നൊന്ന് മനസ്സിലാക്കുക. ആ ഗ്രഹം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ജാതകന് ചെയ്തു കൊടുക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കുക. ഓക്കെ. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മളിപ്പം നവഗ്രഹങ്ങളുടെ അല്ല പഠിച്ചേ. അന്നേരം അതിന്റെ അകത്ത് നമ്മൾ ദശാകാലം, ഈ ഗ്രഹനിലയില് ദശാകാലമാണോ പഠിച്ചത്? ഈ ദശാകാലത്ത് ദശാകാലവും നവഗ്രഹവും ലിങ്കാണ് അല്ലേ? ദശാകാലത്തിന്റെ പേരും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ദശാകാലങ്ങളിൽ ഈ പറഞ്ഞ കാരകത്വങ്ങൾ നമുക്ക് കൂടുതൽ അനുഭവത്തിൽ വരും എന്ന് പറയാം. കൂടുതലോ കുറവോ അനുഭവത്തിൽ വരാം. അതിൻ്റെ ഹൈലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലായിരിക്കും. അത് പഠിക്കും. നമ്മൾ ആ ഗ്രഹത്തിന് എത്രമാത്രം ബലമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ അടുത്ത ഇതിലേക്ക് വരും. ആ ഗ്രഹത്തിന് എത്രമാത്രം ബലമുണ്ട് അതനുസരിച്ചായിരിക്കും നമുക്ക് ഈ പറഞ്ഞ കാരകത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ അടുത്ത ഭാഗത്ത് വരും. കറക്റ്റ് ആയിട്ട് വേണ്ട ദശാകാല കാരകത്വം എന്ന് പറഞ്ഞാല്, കാരകത്വം എന്ന് വെച്ചാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ആ ഗ്രഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ആ ഗ്രഹത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, തരാൻ പറ്റും. ആ ഗ്രഹത്തിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണുള്ളത്, ഗ്രഹനിലയിൽ എന്തൊക്കെ ചെയ്യാൻ